കർണാടക ധർമ്മസ്ഥലിൽ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ മൊഴി നൽകാനെത്തി. മൃതദേഹത്തിന്റെ അസ്ഥികളുമായാണ് ബെൽത്തങ്കാടി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത്. 10 വർഷത്തിനിടെ ബലാത്സംഗത്തിന് ഇരയായ 100 കണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹം കുഴിച്ചിടാൻ നിർബന്ധിതനായി എന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ. ഉന്മേഷ്, ഒരു വെളിപ്പെടുത്തൽ എന്നതിനപ്പുറം അദ്ദേഹം നിയമപരമായി അതേ റൂട്ടിൽ കൃത്യമായ വഴിയിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഒരു 1.5 ആഴ്ച പിന്നിടുന്നുണ്ട്. അതിന് പിന്നാലെ ഇദ്ദേഹം കോടതിയിലെത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ ജഡ്ജിക്ക് മുന്നിൽ സംസാരിക്കും, മൊഴി നൽകും എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്നലെ അഭിഭാഷകരുമായി ഇദ്ദേഹം കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ കോടതിയിലെത്തിയ ശേഷം ഈ ജഡ്ജിയോട് ഇക്കാര്യം അദ്ദേഹം സംസാരിച്ചു. അതായത് ബെൽത്തങ്കാടി ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇദ്ദേഹം എത്തിയത്. അഭിഭാഷകർക്കൊപ്പമാണ് മൊഴി നൽകാൻ താൻ താല്പര്യപ്പെടുന്നതെന്ന് അറിയിച്ചെങ്കിലും കോടതി ഇതിന് സമ്മതിച്ചില്ല. ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ ഈ 100 പേരെ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, ബലാത്സംഗത്തിന് ഇരയായിപ്പെട്ട് കൊല്ലപ്പെട്ട 100 പേരെ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ നേരത്തെ പരാതിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ഏറെ ശ്രദ്ധേയം, ഇദ്ദേഹം ഒരു ബാഗുമായിട്ടാണ് എത്തിയത്. ഒരു കറുത്ത ബാഗിൽ താൻ കുഴിച്ചു മൂടിയെന്ന് അവകാശപ്പെടുന്ന ഒരു യുവതിയുടെ ഈ അസ്ഥികളുമൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം കോടതിയിലേക്ക് എത്തുന്നത്. അത് ജഡ്ജിന് കൈമാറുകയും ചെയ്തു. ശേഷം അത് ദക്ഷിണ കന്നഡ SP അത് ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ വിവിധ പരിശോധനകൾക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അസ്ഥി പോലീസിന് ലഭിച്ചിരിക്കുന്നു. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒന്നായി മാറും. ഇദ്ദേഹം ഉന്നയിക്കുന്ന ഏതെങ്കിലും ആരോപണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ അത് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇത് മാറും. പോലീസ് ഇതിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്തെ ഒരുപാട് പേരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു വലിയ ആരോപണമാണ്. അതും 100 പേരെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ വെബ് സീരീസുകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു പരമ്പരയായി അത് മാറും. ഈ അദ്ദേഹം ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വളരെ ഉന്നതനായിട്ടുള്ള ആളുകളെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അവരെ ചോദ്യം ചെയ്യാൻ പല തെളിവുകളും ആദ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതും 10-15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങളുടെ തെളിവുകളാണ് പോലീസ് അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇതിലുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് ദക്ഷിണ കന്നഡ SP പറയുന്നത്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.